നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കുവൈറ്റിൽ ജോലിക്കായി എത്തി അവിടെ നിന്നും ഒരുപാട് ദുരനുഭവങ്ങൾ നേരിട്ട് ഒടുവിൽ തടവിൽ വരെ ആകേണ്ടി വന്ന ഒരമ്മ. ആ അമ്മ അറിയുന്നില്ല താൻ ഇവിടെ ദുരിതം നേരിടുമ്പോൾ തൻ്റെ മകൻ നാട്ടിൽ മരിച്ചു എന്ന വിവരം. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞ വാർത്തയാണ് ജിനുവിൻ്റെ അവസ്ഥ. ജിനുവിൻ്റെ ഒരു വിടുതൽ, നാട്ടിലെത്തി. ഇപ്പോൾ മകൻ മരിച്ച വിവരം അടക്കം ആ അമ്മ അറിഞ്ഞിരിക്കുന്നു. താങ്ങാവുന്നതിലും അപ്പുറമാണ് ഒരു അമ്മയെ സംബന്ധിച്ച് ഈ വിവരം. ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. വിശദമായി വാർത്ത നോക്കാം. അലറിക്കരഞ്ഞ അമ്മയെ ആശ്വസിപ്പിക്കാനാകാതെ ചുറ്റുമുള്ളവർ നിശബ്ദരായി. മകന്റെ വിയോഗ വാർത്ത അറിഞ്ഞ അമ്മ വിങ്ങിപ്പൊട്ടുന്ന കാഴ്ച സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. കുവൈറ്റിൽ തൊഴിൽ തട്ടിപ്പിനിരയായി ജയിലിലായ ജിനു ഇന്നലെ ഉച്ചയോടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വന്നിറങ്ങുകയായിരുന്നു. കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ഇടുക്കി അണക്കരയിലെ തൻ്റെ വീട്ടിലെത്തിയപ്പോൾ അവിടെ തന്നെ കാത്തിരുന്നത് മറ്റൊരു ദുരന്ത വാർത്തയാണ്. ഒരാഴ്ച മുൻപ് മകൻ ഷാനറ്റ് ബൈക്ക് അപകടത്തിൽ മരിച്ചു എന്ന വാർത്ത അറിഞ്ഞ് ആ അമ്മ തകർന്നു പോയി. മകന്റെ വിയോഗ വാർത്ത താങ്ങാനാകാതെ ജിനു നെഞ്ചുപൊട്ടി കരയുകയായിരുന്നു. കണ്ടു നിന്നവർക്കും അത് താങ്ങാനാകാത്ത കാഴ്ചയായിരുന്നു. കുവൈറ്റിലെ ഒരു വീട്ടിൽ ജോലിക്ക് പോയതായിരുന്നു ജിനു. 2.5 മാസം മുമ്പായിരുന്നു കുവൈറ്റിലെത്തിയത്. ജോലി ഭാരവും ആരോഗ്യ പ്രശ്നങ്ങളും കാരണം അവിടെ തുടരാൻ പറ്റാത്ത അവസ്ഥയിലായി. മാത്രമല്ല അവിടെ തനിക്ക് വാഗ്ദാനം ചെയ്ത ശമ്പളവും ജിനുവിന് കിട്ടിയില്ല. ഏജൻസിയെ അറിയിച്ചപ്പോൾ ജീവനക്കാരെത്തി മറ്റൊരു സ്ഥലത്ത് തടവിലാക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. കുവൈറ്റ് മലയാളി അസോസിയേഷൻ ഭാരവാഹികളുടെ സഹായത്തോടെ ഏജൻസിയുടെ തടങ്കലിൽ നിന്ന് രക്ഷപ്പെട്ട് ജിനു ഇന്ത്യൻ എംബസിയിലെത്തി. കോടതി നടപടികൾക്ക് ശേഷവും ജിനു തടങ്കലിലായിരുന്നു. ജൂൺ 17-നാണ് ജിനുവിന്റെ മകൻ അപകടത്തിൽ മരിക്കുന്നത്. മകൻ ഷാനറ്റും സുഹൃത്ത് അലനും ബൈക്ക് അപകടത്തിൽ മരിച്ചു. 2 ദിവസത്തിനകം അലന്റെ സംസ്കാര ചടങ്ങുകൾ നടന്നു. എന്നാൽ ജിനു എത്താത്തതിനാൽ ഷാനറ്റിന്റെ സംസ്കാരം വൈകി. ജിനുവിന് താൽക്കാലിക പാസ്പോർട്ട് കിട്ടിയിരുന്നു. പക്ഷേ ഇറാൻ ഇസ്രായേൽ സംഘർഷവും കോവിഡ് പ്രതിസന്ധിയും കാരണം നാട്ടിലേക്കുള്ള യാത്ര വൈകി. അതിനാൽ ഷാനറ്റിന്റെ സംസ്കാരവും വൈകി. തിങ്കളാഴ്ച നാട്ടിലെത്താനായത് വിവിധ രാഷ്ട്രീയ നേതാക്കൾ ഇടപെട്ടതുകൊണ്ട് മാത്രമാണ്. ഷാനറ്റിന്റെ അച്ഛൻ വെള്ളറയിൽ ഷൈജുവും അലന്റെ അച്ഛൻ ഷിബുവും എല്ലാവർക്കും ഒരു നൊമ്പര കാഴ്ചയായി മാറി. ഷാനറ്റിന്റെ മൃതദേഹം കട്ടപ്പനയിലെ ആശുപത്രിയിലായിരുന്നു. ഇന്ന് വീട്ടിലെത്തിക്കും. സംസ്കാരം 4-ന് ഒലുവുമല സെയിന്റ് ജോൺസ് യാക്കോബായ സുറിയാനി പള്ളി സെമിത്തേരിയിൽ നടക്കും. ജിനു കുവൈറ്റിൽ ജോലിക്ക് പോയപ്പോൾ പറഞ്ഞിരുന്ന ജോലിക്ക് പകരം കഠിനമായ മറ്റു ജോലികളാണ് ചെയ്യേണ്ടി വന്നത്. ഒരു കുടുംബത്തിലെ കുട്ടിയെ നോക്കാനായി പത്തനംതിട്ടയിലുള്ള ഒരു ഏജൻസി വഴിയാണ് ജിനു കുവൈറ്റിലെത്തിയത്. ജോലി ഭാരവും ആരോഗ്യ പ്രശ്നങ്ങളും കാരണം തനിക്ക് ജോലിയിൽ തുടരാൻ പറ്റാത്ത സ്ഥിതിയാണെന്ന് ജിനു ഏജൻസിയെ അറിയിച്ചു. അപ്പോൾ ജീവനക്കാരെത്തി മറ്റൊരു സ്ഥലത്ത് തടവിലാക്കുകയായിരുന്നു. പിന്നീട് കുവൈറ്റ് മലയാളി അസോസിയേഷൻ ഭാരവാഹികളുടെ സഹായത്തോടെ ഏജൻസിയുടെ തടങ്കലിൽ നിന്ന് രക്ഷപ്പെട്ട് ഇന്ത്യൻ എംബസിയിലെത്തി. കോടതി നടപടികൾക്ക് ശേഷം തടങ്കലിലായി. മലയാളി അസോസിയേഷന് യാക്കോബായ സഭാ നേതൃത്വവും എംപിമാരായ ഡീൻ കുര്യാക്കോ, സുരേഷ് ഗോപി, ആന്റണി എന്നിവരും ജിനുവിനെ നാട്ടിൽ എത്തിക്കാൻ ഇടപെടലുകൾ നടത്തിയിരുന്നു. വെള്ളിയും ശനിയും കുവൈറ്റിൽ അവധി ദിനങ്ങളായതിനാൽ അന്ന് ഒരു ഇടപെടലും സാധ്യമായിരുന്നില്ല. ജോലിക്കായി അനധികൃത ഏജന്റ് മുഖേന 20-ാം നമ്പർ വിസയിലായിരുന്നു വന്നത്. എന്നാൽ കുട്ടിയെ പരിചരിക്കാനെന്ന് പറഞ്ഞു കൊണ്ടുപോയ വീട്ടിൽ അടുക്കള പണിയടക്കം ചെയ്യേണ്ടി വന്നു. മാത്രമല്ല പ്രതിമാസ ശമ്പളം 40,000 രൂപ എന്നായിരുന്നു വാഗ്ദാനമെങ്കിലും 20,000 രൂപ മാത്രമാണ് നൽകിയതെന്നും ജിനു പരാതിപ്പെട്ടിരുന്നു. ഒടുവിൽ ജോലി ദുഷ്കരമായി തീർന്നപ്പോൾ ഇവർ നാട്ടിലേക്ക് തിരിച്ചു പോകണമെന്ന് പറഞ്ഞെങ്കിലും ഏജന്റ് സമ്മതിച്ചില്ല. തുടർന്ന് വീട്ടുജോലിക്കാരിയുടെ വിസയിലേക്ക് മാറ്റാനും സാധിച്ചില്ല. കൂടാതെ പാസ്പോർട്ട് ഏജന്റ് പിടിച്ചു വയ്ക്കുകയും ചെയ്തു. പിന്നീട് ജിനുവിനെ മറ്റൊരു സ്ഥലത്തേക്ക് ജോലിക്ക് നിർത്തി. അവിടെയും ജോലി കഠിനമായതിനാൽ സാമൂഹിക പ്രവർത്തകരുടെ സഹായത്തോടെ ജോലി സ്ഥലത്ത് നിന്നും രക്ഷപ്പെട്ട് കുവൈറ്റ് ഇന്ത്യൻ എംബസി ഷെൽട്ടറിൽ അഭയം തേടുകയായിരുന്നു. അപ്പോഴേക്കും വിസ കാലാവധി കഴിഞ്ഞ് പിഴ ചുമത്തപ്പെട്ടിരുന്നു. എന്നാൽ നിയമ നടപടികൾ പൂർത്തിയാക്കാൻ എംബസി അധികൃതർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അണക്കര ചെല്ലാർ കോവിലിനടുത്ത് അമിത വേഗത്തിലെത്തിയ ജീപ്പുമായി കൂട്ടിയിടിച്ച് മകൻ ഷാനറ്റ്, ബൈജുവും കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത് അലനും മരിച്ചത്. മകനെ അവസാനമായി കാണണമെന്ന് ജിനു ആഗ്രഹം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് അയക്കാൻ എംബസി ശ്രമിച്ചുകൊണ്ടിരുന്നു. മിനിഞ്ഞാന്ന് രാത്രിയാണ് കൊച്ചിയിലേക്ക് യാത്രയായത്. രാവിലെ 11:15 നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തി.